ഈ കെട്ടിൽ നിന്റെ ജീവിതം അവസാനിച്ചു പോകുവാൻ യേശു അനുവദിക്കത്തില്ല. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം കെട്ടിയവൻ കരുതി അതെ, ഈ കെട്ടിൽ തന്നെ നീ അവസാനിച്ചു പോകും. ഇനി പുറത്ത് വരുന്നതൊന്ന് കാണട്ടെ. മുഖത്ത് നോക്കി പറഞ്ഞതാ, ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നത് ഒന്ന് കാണട്ടെ. കെട്ടപ്പെട്ടവനായി നിന്നെ കണ്ടവരും പറഞ്ഞു, നീ തീർന്നു, ഇതോടെ തീർന്നു, നിൻ്റെ നല്ല കാലം തീർന്നു, നിൻ്റെ നല്ല സമയം തീർന്നു, നിൻ്റെ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടു, ഇവിടെ തന്നെ ഈ കെട്ടിൽ നീ തീരും. വാക്ക് കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഭയപ്പാട് കൊണ്ടും വെല്ലുവിളികൾ കൊണ്ടും ആഭിചാരങ്ങളാലും മന്ത്രവാദത്താലും ക്ഷുദ്രപ്രയോഗങ്ങളാലും കെട്ടി ബന്ധിച്ച ബന്ധനം. അതെ, അവരുടെ വെല്ലുവിളി നീ ഈ കെട്ടിൽ തീരും. എന്നാൽ എൻ്റെ യേശുവിന് തിരിച്ചൊരു വാക്ക് നിന്നോട് പറയുവാനുണ്ട്. നീ ഈ കെട്ടിൽ തീരത്തില്ല. ഇന്ന് യേശു നിൻ്റെ കെട്ടഴിക്കുവാൻ എന്നെ നിൻ്റെ അടുക്കൽ അയച്ചിട്ടുണ്ട്. റെഡിയാണോ? കെട്ടഴിഞ്ഞ് പുറത്തു വരുവാൻ. വെറും വാക്കല്ലേ കേട്ടോ, ദൂതിനടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക്. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാമത്തെ വാക്യം. അവർ പോയി തെരുവിൽ പുറത്ത് വാതിൽക്കൽ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ട് അതിനെ അഴിച്ചു. അവർ പോയി. ആരായി അവർ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്ക് കേട്ടവർ. യേശു ഒരിക്കൽ ഒലിവ് മലയ്ക്കരികെ ബേത്ത് ഫാഗയിലും ബഥാനിയിലും എത്തിയപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ വഴിവക്കിൽ ഒരു കഴുതയും കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് കണ്ടു. ആരും കയറിയിട്ടില്ലാത്ത, അർത്ഥാൽ ആരും ഉപയോഗിച്ചിട്ടില്ലാത്തൊരു കഴുതയും കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് കണ്ടു. അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. ആരും കയറിയിട്ടില്ലാത്ത, അല്ലെങ്കിൽ ആരും പ്രയോജനപ്പെടുത്തിയിട്ടില്ലാത്ത ചിലതിനെ കർത്താവിന് പ്രയോജനപ്പെടുത്തുവാൻ പോകുന്നു. സഹോദര, ഇതുവരെ സഹോദരി, ഇതിനെ ആരും പ്രയോജനപ്പെടുത്തിയിട്ടില്ല. നിനക്ക് നല്ലൊരു അവസരം കിട്ടിയിട്ടില്ല, നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെ നിനക്ക് നിന്നെ തന്നെ തെളിയിക്കുവാൻ കഴിയും? അല്ലേ, നല്ലൊരു ജോലി കിട്ടിയാലല്ലേ നിൻ്റെ പെർഫോമൻസ് പുറത്തു കൊണ്ടുവരുവാൻ പറ്റത്തുള്ളൂ. നിൻ്റെ കഴിവ്, നിനക്ക് ഒത്തിരി പദ്ധതികളുണ്ട്, ഒത്തിരി പ്ലാനിങ്ങുകളുണ്ട്. നല്ല ജോലി കിട്ടിയിട്ട് വേണം ജോലി ലഭിച്ച സ്ഥലത്തും നിൻ്റെ മുൻപോട്ടുള്ള ജീവിതത്തിലും പല പല കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ. ജോലിയില്ല, വരുമാനമില്ല, പിന്നെ എന്ത് പ്ലാനിങ്, എന്ത് സ്വപ്നം, വല്ല കാര്യമുണ്ടോ? അല്ലേ സഹോദരി? നല്ലൊരു കുടുംബജീവിതം കിട്ടിയാലല്ലേ നീ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കുടുംബത്തെ പണിയുവാനും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന മക്കളെ ജനിപ്പിച്ച് സഭയ്ക്കും ദേശത്തിനും നിനക്കും തണലായി വളർത്തുവാൻ. പക്ഷേ ഇല്ല അമ്മേ, അവരെ ഒന്ന് കയ്യിൽ കിട്ടിയാലല്ലേ, ഏത് മക്കളെ തന്നെ കയ്യിൽ കിട്ടിയാലല്ലേ അവരെ നീ ആഗ്രഹിക്കുന്നത് പോലെ വളർത്തുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നിനക്ക് പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുണ്ട്, കഴിവുകളുമുണ്ട്, പക്ഷേ അതിനനുസരിച്ച് പ്രയോജനപ്പെടുവാൻ കഴിയുന്നില്ല. ആരും പ്രയോജനപ്പെടുത്തുന്നില്ല. സ്കൂളിൽ കോളേജിലായിരിക്കുന്ന സ്ഥാനത്ത് ആരും പ്രയോജനപ്പെടുത്തുവാനില്ലാത്തത് കൊണ്ട് തെരുവോരത്തായിപ്പോയ, അത് തന്നെ, പ്രയോജനപ്പെട്ടില്ലെങ്കിൽ സ്ഥാനം തെരുവോരത്താണ്. ഒന്നിനും കൊള്ളാത്ത, ആർക്കും പ്രയോജനമില്ലാത്തതായി തെരുവോരത്തായിരിക്കുന്ന, കാരണം കെട്ടപ്പെട്ടിരിക്കുന്നു. ആ കഴുതയെ കെട്ടിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളെപ്പോലെ. എന്തുകൊണ്ടാണ് നല്ലൊരു ജോലി കിട്ടാത്ത? എന്തുകൊണ്ടാണ് കുടുംബജീവിതത്തിൻ്റെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാത്ത? എന്തുകൊണ്ടാണ് മക്കളെ കയ്യിൽ കിട്ടാത്ത? എന്തുകൊണ്ടാണ് പ്ലാനിങ്ങുകൾക്കൊത്തവണ്ണം മുൻപോട്ട് വരുവാനും നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്തെടുക്കുവാനും കഴിയാത്തത്? പ്ലാനിങ്ങുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ചോദിക്കുന്നില്ലേ പലപ്പോഴും? എനിക്ക് കഴിവുണ്ട്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് പല കാര്യങ്ങളും അറിയാം, ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്, ഞാൻ ഇന്നുവരെ ഏതൊക്കെ മേഖലകളിലായിരുന്നു അവിടെയൊക്കെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്, പക്ഷേ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അവസരമില്ല. ചില കെട്ടുകളെ പൊട്ടിച്ച് കർത്താവ് നിനക്ക് അവസരങ്ങളുടെ വാതിൽ തുറന്നു തരിക. യെസ്, ആ കെട്ട് പൊട്ടുമ്പോൾ വാതിൽ തുറക്കും, തൊഴിൽ മേഖലയിലേക്കുള്ള വാതിൽ തുറക്കും. അതിന് തടസ്സമായി നീ ഒന്നിനും കൊള്ളരുതാത്തവനായി തന്നെ തുടരണമെന്ന്, ഒന്നിനും ഉതകാതെ ആർക്കും പ്രയോജനമില്ലാതെ ഇങ്ങനെ വഴിവക്കിൽ തന്നെ ആയിരിക്കണമെന്ന് കണ്ട് കെട്ടിയ കെട്ടുകളെ കർത്താവ് പൊട്ടിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചില കെട്ടുകൾ പൊട്ടുകയാണ്. മാതാവേ, നിൻ്റെ തലമുറയുടെ വിവാഹത്തിന് വിരോധമായി കെട്ടിയ കെട്ട് ഒന്നിനും ലാക്കില്ലാതെ വീട്ടിനകത്ത് ഒതുക്കി കൂട്ടപ്പെടുവാൻ തക്കവണ്ണം മനുഷ്യനും പിശാചും കെട്ടിയ കെട്ടുകളെ കർത്താവിന്ന് പൊട്ടിക്കുക. യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ. റബാ ഷെഖനെ റാധൂറിയ. ആമേൻ. ഒന്നും ആകുവാൻ കഴിയാത്ത വിധത്തിൽ
കെട്ടി ബന്ധിച്ച ബന്ധനങ്ങളെ കർത്താവ് അഴിക്കുക. തെരുവോര തലയുവാൻ ഇടയായി തീർന്ന ബന്ധനങ്ങളെ പലതും തെരുവോരത്താണ്. ഭവനത്തിനകത്ത് കയറേണ്ട നിൻ്റെ ഭർത്താവ്, നിനക്ക് പ്രയോജനപ്പെടേണ്ട നിൻ്റെ ഭർത്താവ് പ്രയോജനപ്പെടാത്ത വിധത്തിൽ കെട്ടപ്പെട്ട് വഴിയരികിലുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് അവനെ അവിടെ വെച്ച് കണ്ടു അവൻ, പക്ഷെ നിനക്കൊപ്പം മാത്രമില്ല. മക്കളെ അവിടെ വെച്ച് കണ്ടു, ഇന്ന സ്ഥലങ്ങളിൽ വെച്ച് കണ്ടു, അവരൊക്കെ ഇന്ന സ്ഥലങ്ങളിലുണ്ട്, പക്ഷേ നിനക്ക് മാത്രം അവർ പ്രയോജനപ്പെടുന്നില്ല. കെട്ടപ്പെട്ടിരിക്കുന്നു. ആ കെട്ട് പൊട്ടുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. നിൻ്റെ ഭർത്താവ് നിനക്കൊപ്പം, സഹോദരി നിൻ്റെ മക്കൾ നിനക്കൊപ്പം സന്തോഷത്തോടെ നീ മുൻപോട്ട് പോകുവാൻ പോകുക. ഇതുവരെ പ്രയോജനപ്പെടുത്തിയിട്ടില്ലാത്ത ശുശ്രൂഷക കുഞ്ഞെ, നിനക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. സഹോദരി നിനക്ക് പ്രാർത്ഥിക്കണം, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കണം, മധ്യസ്ഥത അണയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അതിന് കഴിയാത്ത വിധത്തിൽ കെട്ടപ്പെട്ടായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് കെട്ടുകളെ അഴിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. ഷബറി ധലമാ ഷേഖനെ. അപ്പോൾ ആ കഴുത കെട്ടപ്പെട്ട് വഴിയരികിൽ കിടപ്പുണ്ട്. കർത്താവ് കാണുകയാണ്, ഇതിനെ ആരും ഉപയോഗിച്ചിട്ടില്ല, ഇതിൻ്റെ ജീവിതം അങ്ങനെ ഒരു ഉപയോഗവുമില്ലാതെ തീരുവാൻ ഇടവരരുത്, നീ അങ്ങനെ പ്രയോജനപ്പെടാതെ പോകത്തില്ല. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ആ ദൂത് ഞാൻ കൈമാറട്ടെ. നീ നിൻ്റെ കുടുംബം നിങ്ങൾ പ്രയോജനപ്പെടാതെ പോകത്തില്ല. ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് നിങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ പോകുക. ഒന്നിനും കൊള്ളാത്ത, ഒന്നിനും ലായ്ക്കില്ലാത്ത നിന്നെ എൻ്റെ കർത്താവ് പ്രയോജനപ്പെടുത്തുവാൻ പോകുക. ഷബ റീധലമ ഷേഖനെ. വിരോധമായി ശത്രു കെട്ടിയ കെട്ടുകളെ എൻ്റെ കർത്താവ് അഴിക്കുക. ആമേൻ, സ്തോത്രം. നോക്കൂ, കെട്ടിയവന് ഒരു പ്രതീക്ഷയുണ്ട്. നീ അവിടെ തന്നെ കാണും. കെട്ടിയ പലരും കരുതുന്നത് നീ അവിടെയൊക്കെ തന്നെ കാണണമെന്ന്. അവരുടെ കൺമുമ്പിൽ തന്നെ ഇങ്ങനെ ഒരു ഉപയോഗവുമില്ലാതെ, ഒരു പ്രയോജനവുമില്ലാതെ നിൻ്റെ ജീവിതം അവസാനിക്കണമെന്ന് കെട്ടിയവർ സ്വപ്നം കാണുന്നു. നീ കെട്ടപ്പെട്ട് കിടക്കുന്നത് കണ്ട് ഒരുപക്ഷെ നീ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, പലരും നിന്നെ സഹായിക്കും, ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ഇല്ലാത്ത വിധത്തിൽ അവർ പോലും കൈവിട്ടു. ആമേൻ. ഇവൾ കെട്ടിൽ കിടക്കുന്നതാണ് നല്ലതെന്ന് അവർ തീരുമാനിച്ച അവസ്ഥ. നോക്കൂ, കെട്ടഴിയപ്പെട്ട ഉടനെ 5-ാം അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ നിന്നവരിൽ ചിലർ അവരോട്, നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ആമേൻ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇവനിങ്ങനെ കെട്ടിൽ കിടന്നാൽ മതി. പലരും ചിന്തിക്കുന്ന നീ ഇങ്ങനെ കിടന്നാൽ മതി. ആമേൻ. ഒരുപക്ഷേ നിൻ്റെ വെൽ വിഷേഴ്സ് അല്ലെങ്കിൽ നിനക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കും എന്ന് നീ കരുതുന്നവർ പോലും ഒരു പരിധി കഴിയുമ്പോൾ പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഇവിടെ തന്നെ കിടന്നാൽ മതി, ഇതൊക്കെ നിന്നെക്കൊണ്ട് പറ്റത്തുള്ളൂ. സ്വന്തം വീട് നിന്നെക്കൊണ്ട് പറ്റത്തില്ല, സ്വന്തമായിട്ട് വാഹനം നിന്നെക്കൊണ്ട് സ്വന്തമായിട്ടൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന്. ഞങ്ങളൊക്കെ കൂടെ കാണും, സഹായിച്ച് അങ്ങനെ മുൻപോട്ട് പോകാൻ എന്നും ഈ രോഗമാണെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങളൊക്കെ കൂടെ കാണും. പലരുടെയും ചിന്ത അതാ. ആമേൻ. നീ രോഗിയായി തന്നെ തുടരട്ടെ, ഞങ്ങളൊക്കെ കൂടെ കാണുമല്ലോ. നോ, അങ്ങനെ ഒത്തിരി പേർക്ക് കൂടെ കാണാൻ തക്കവണ്ണം തെരുവോര തലയുവാൻ, രോഗിയായി അലയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. രോഗത്തിൻ്റെ കെട്ട് എൻ്റെ ദൈവം പൊട്ടിക്കുക. ഷബാറി ധലമ ഷെഖനെ. ആ കടത്തിൻ്റെ കെട്ട് എൻ്റെ ദൈവം പൊട്ടിക്കുക. അമേൻ. ഷബാറി ധലമ ഷെഖനെ. അപ്പോൾ കെട്ടഴിക്കേണ്ടവർ തന്നെ പലപ്പോഴും ആ കെട്ടിലാണ് നീ കിടക്കുന്നത് നല്ലതെന്ന് ചിന്തിക്കുന്ന അവസ്ഥ. കഴുതയും കുട്ടിയും കെട്ടിൽ കിടക്കുന്നത് നല്ലതെന്ന് കെട്ടിയവനും കെട്ടപ്പെട്ടവരെ കണ്ടവരും അങ്ങ് തീരുമാനിച്ചിരിക്കുക. പക്ഷേ യേശു അവരെ കണ്ടിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്. യേശു നിങ്ങളെ കണ്ടിട്ടുണ്ട്. ഇനിയും കെട്ടപ്പെട്ട സ്ഥാനത്ത് നശിച്ച ജീവിതം അനുഭവിച്ച് തീർക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കെട്ടപ്പെട്ട സ്ഥാനത്ത് നിന്ന് എൻ്റെ യേശു നിന്നെ കെട്ടഴിച്ച് പുറത്തു കൊണ്ടുവരും. നിൻ്റെ ബിസിനസ് അങ്ങനെ പകുതി വഴിയിൽ ഒന്നുമല്ലാത്ത നിലവാരത്തിൽ തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആ കെട്ട് പൊട്ടുക. നിൻ്റെ വിദ്യാഭ്യാസത്തിന് വിരോധമായി കെട്ടിയ കെട്ട്, നിൻ്റെ ആത്മീയ ജീവിതത്തിന് വിരോധമായി കെട്ടിയ കെട്ട്, നിൻ്റെ ആരോഗ്യത്തിന് വിരോധമായി കെട്ടിയ കെട്ട്, നിൻ്റെ നന്മകൾക്ക് വിരോധമായി കെട്ടിയ കെട്ട്, നിൻ്റെ ഭാവിക്ക് വിരോധമായി കെട്ടിയ കെട്ട്, ഷാബാർ ഈ ധലമ ഷെഖനെ റാധൂറിയ ശബല റധരെ ഷന്ധാർഗന, സകല കെട്ടുകളും സ്വർഗം പൊട്ടിക്കുക. ഷാബാർ ഈ ധലമ ഷെഖനെ. ആമേൻ. ആരൊക്കെ ആമേൻ ആ കെട്ടപ്പെട്ട കഴുതയെ കുട്ടിയെ കണ്ടിട്ട് വഴിമാറിപ്പോയോ, ആരൊക്കെ ആ കെട്ടിൽ തന്നെ അവർ തുടരട്ടെ, അതാണ് നല്ലതെന്ന് പറഞ്ഞോ, അതൊന്നും ആമേൻ കർത്താവിൻ്റെ താല്പര്യമല്ല. കെട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം കെട്ടഴിയണം. ആമേൻ. തനിക്കൊപ്പമുള്ളവരോട് കർത്താവ് പറയാം, നിങ്ങൾ പോയി അതിനെ കെട്ടഴിച്ചു കൊണ്ടുവരുവിൻ. അപ്പോൾ അവിടെ ചിലർ ചോദിക്കും. ആമേൻ. നീ പുറത്തു വന്നാൽ ചിലർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. നീ എന്നും കൊന്നും ഇങ്ങനെ ഇരുന്നാൽ മതി എന്നാണ് പറയുന്നത്. ആ വീട്ടിനകത്ത് തന്നെ കരഞ്ഞും നിലവിളിച്ചും മൂക്കുപിഴിഞ്ഞും മറ്റുള്ളവരുടെ പരിഹാസ വാക്ക് കേട്ട്, നോ സഹോദരി, അവിടെ തന്നെ ആ അടുക്കളയിൽ സൃഷ്ടകാലം നീ തളച്ചിടണമെന്നാണ് പലരുടെയും ആഗ്രഹം. പലരുടെയും ആമേൻ മുൻപിൽ ഭിക്ഷക്കാരിയെ ആയി നിൽക്കുന്നത് പോലെ നീ തുടരണമെന്നാണ് പലരുടെയും ആഗ്രഹം.
കലകം. സഹോദര, പലർക്കും പറഞ്ഞു ചിരിക്കുവാനുള്ള വിഷയവസ്തുവായി നീ നിൻ്റെ തലമുറകൾ മാറണമെന്നാണ് പലരുടെയും ആഗ്രഹം. എന്നാൽ കർത്താവ് പറയുക, നീ അങ്ങനെ തുടരുന്നത് കർത്താവിന് താല്പര്യമില്ല. നിന്നെ കെട്ടഴിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ഞങ്ങൾ അയച്ചിട്ടുണ്ട്. റെഡിയാണോ പുറത്തു വരുവാൻ? ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ യേശുവിന് ഇഷ്ടമാണ്. കെട്ടഴിയുവാൻ പോകുക ഷബറിതലമാഷകനെ. അപ്പോൾ അവിടെ നിന്നവർ ചോദിക്കുക, ആര് പറഞ്ഞിട്ടാണ് ഈ സാഹസം? അപ്പം ഞങ്ങൾക്ക് പറയുവാനുണ്ട്, യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. മനുഷ്യ, നീ കെട്ടിയ ഇവനെ ഉണ്ടല്ലോ, ഇവളെ ഉണ്ടല്ലോ, എൻ്റെ യേശുവിന് ആവശ്യമുണ്ട്. കെട്ടപ്പെട്ട സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്. നിങ്ങളെ എൻ്റെ യേശുവിന് ആവശ്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന പ്രവൃത്തി നല്ല സുവിശേഷമായി ദേശത്തിൽ മുഴങ്ങുവാൻ പോകുന്നു. റെഡിയാണോ? തകർന്നു പോയ അനേക കുടുംബങ്ങൾ നിങ്ങളിലൂടെ പണിയപ്പെടും വിധം കർത്താവിൻ്റെ അത്ഭുതങ്ങളെ വഹിക്കുവാൻ, ദൈവപ്രവൃത്തി ചുമക്കുവാൻ റെഡിയാണോ? കെട്ടഴിക്കുവാൻ ഞങ്ങളുണ്ട്. പുറത്തു വാ. ചില കെട്ടുകളെ കർത്താവ് അഴിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. ആ സ്വാതന്ത്ര്യത്തിൽ തുടരുവാൻ. കെട്ടഴിഞ്ഞ ഉടനെ ആമേൻ ചെളി പിടിച്ചു വഴിയിറമ്പിൽ നോക്കൂ. നിങ്ങൾക്കറിയാം, ദീർഘനേരം ഒരു നാൽക്കാലിയെ ഒരു വൃക്ഷത്തിലോ എവിടെയെങ്കിലും കെട്ടിയിട്ടിരുന്നാൽ അതിൻ്റെ തന്നെ വിസർജ്യം കൊണ്ട് അതിൻ്റെ ശരീരം നിറയുന്ന അവസ്ഥ. അവിധത്തിൽ സ്വന്തം വിസർജ്യം കൊണ്ടും അവിധത്തിൽ ചെളി കൊണ്ടും നിറഞ്ഞ ശരീരത്തിലേക്ക് വസ്ത്രം വീഴുന്നു. യേശു കയറുന്നു. കല്ലും മുള്ളും ചവിട്ടി നടന്ന കാലുകൾക്ക് കീഴെ ഒലിവിൻ്റെ മൃദുവുള്ള ഇലകളും പരിവരുത്ത തറയുടെ കനം മാറ്റുവാൻ പതുപതുത്ത വസ്ത്രങ്ങളും വീഴുന്നു. നിൻ്റെ യാത്രയുടെ ലെവല് മാറുവാൻ പോകുക. ഓഷാബറിതലമാഷകനെ. യേശുവിനൊപ്പം നീ അടുത്തൊരു നിലവാരത്തിലേക്ക് റബാഷകനെ സഞ്ചരിക്കുവാൻ പോകുക. നീ കേട്ട ശബ്ദങ്ങൾ മാറുക. നിനക്ക് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ മാറുക. ദൈവപ്രവർത്തിക്കായി കൂടെ കൂടിക്കോ. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. ഇவ்விധത്തിൽ മുൻപോട്ട് നടക്കുവാൻ, കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നു നിങ്ങൾക്ക് ഉപവസിക്കുവാൻ അവസരമുണ്ട്. കോൺടാക്ട് ചെയ്തോ. കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും ലൈവ് മീറ്റിങ്ങുകളുണ്ട്. രാവിലെ 7:30-നും 8:30-നും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന പ്രോഗ്രാമുമായി നമ്മൾ ഒരുമിച്ചായിരിക്കും. വൈകുന്നേരം 7:30-നും 8:30-നും ഇടയ്ക്കുള്ള സമയത്ത് സിസ്റ്റർ വിച്ചി ലീഡ് ചെയ്യുന്ന മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയുമുണ്ട്. ബ്ലെസ്സിങ് ആയിരിക്കും. ജോയിൻ ചെയ്ത് നോക്ക്. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകൾ. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുന്ന പക്ഷം സഭ നിങ്ങൾക്ക് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കും. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയുടെ റിസൾട്ട് നിങ്ങൾ അനുഭവിക്കും. ഞായറാഴ്ച സഭാരാധന രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച്, വൈകുന്നേരം 3 മണി മുതൽ കാട്ടാക്കടയ്ക്ക് സമീപം കൊറ്റമ്പള്ളിക്കും അമ്പലത്തിൻകാലയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലത്ത് വെച്ച് നമ്മുടെ 2ാമത്തെ സെക്ഷൻ മീറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് കടന്നു വരിക. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ആത്മീയമായും ഭൗതികമായും മുന്നേറുവാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനുള്ള അവസരമുണ്ട്. ചേർന്ന് നിൽക്കുക. കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യുക. കണ്ണടച്ച വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, കേൾപ്പിച്ച വചനത്താൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കെട്ടപ്പെട്ട സ്ഥാനത്ത് നിന്ന് മനുഷ്യനും പിശാചും അപ്പോൾ ആ വിചാരങ്ങളിലൂടെ, ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെയും ദുർമന്ത്രവാദങ്ങളിലൂടെ ഇവരെ കെട്ടി ഒതുക്കിയ സ്ഥാനത്ത് നിന്ന് ഇവരെ കെട്ട് പൊട്ടിച്ചങ്ങ് പുറത്തു കൊണ്ടുവരുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവ്. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. എല്ലാ പോരുകളും അഴിഞ്ഞു മാറട്ടെ. പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ ഇവരുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളും അഴിഞ്ഞു മാറട്ടെ. തെരുവോരങ്ങൾ അലയും വിധത്തിൽ ഇവരെ ഒതുക്കിക്കൂട്ടിയ, പ്രയോജനപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ ഇവരെ ഒതുക്കിക്കൂട്ടിയ എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ. ഇവർ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അങ്ങ് സൗഖ്യമാക്കണം. എല്ലാ രോഗബന്ധനവും അഴിയട്ടെ. രോഗാത്മാക്കൾ വിട്ടുമാറട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ ഒരു അത്ഭുതമായി മാറട്ടെ കർത്താവ്. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ജോലികളെ നൽകി മാനിക്കണമേ. എല്ലാ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും അളവ് കുറയാതെ ഇവരുടെ ജീവിതത്തിൽ സ്വർഗ്ഗം അങ്ങ് നൽകണമേ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ബന്ധനങ്ങളിട്ടെ മദ്യത്താൽ, മയക്കുമരുന്നാൽ, ലഹരികളാൽ കെട്ടപ്പെട്ട കെട്ടുകൾ പൊട്ടിമാറട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ പുറത്തു വരികയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടകൾ, ജപ്തി നടപടികളെയും ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വലുതും ശ്രേഷ്ഠകരമായ അനുഭവങ്ങളെ സ്വർഗ്ഗം ഇവർക്ക് അങ്ങ് ഒരുക്കണമേ. അങ്ങ് ഇവരോട് കൂടിയിരിക്കണമേ. ഇവരെ അത്ഭുതങ്ങൾ കാണിക്കുമാറാക്കണമേ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. വിദേശങ്ങളിൽ കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ അങ്ങയുടെ നാമത്തിൽ വിടിവിക്കപ്പെടട്ടെ. സ്തോത്രം കർത്താവേ. ബന്ധനങ്ങൾ അഴിയട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭവനങ്ങൾ
പണിയട്ടെ, വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ, എല്ലാ നന്മകളാലും ഇവരെ സ്വർഗ്ഗമങ്ങ് പരിപാലിക്കണമേ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, വേദികൾ ഒരുങ്ങപ്പെടട്ടെ, രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. കേൾപ്പിച്ച വചനത്താൽ ഈ ജനത്തെ അടിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അടുത്ത ദിവസം ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രഷർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.